താൻ ദൈവപുത്രനാണ്, ലോകത്തിന്റെ രക്ഷകനാണ്, ലോകത്തിന്റെ വിമോചകനാണ് എന്നുള്ള വലിയ സത്യം ഈ ലോകത്തിന് മുമ്പില് ഈശോ വെളിപ്പെടുത്തി. ഈശോ എങ്ങനെയാണ് മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിച്ചത്? മനുഷ്യന്റെ പാപങ്ങൾക്കുള്ള പരിഹാരം എന്തായിരുന്നു? അതാണ് കാൽവരി കുരിശില്, ആകാശത്തിനും ഭൂമിക്കും മധ്യേ മരക്കുരിശിലെ മൂന്നാടുകളിൽ മേൽ നഗ്നനാക്കപ്പെട്ടുകൊണ്ട് ശിരസിൽ മുൾമുടി അണിഞ്ഞ് ചാട്ടമറടിയേറ്റ് അനേകം നിന്ദാപമാനങ്ങളിലൂടെ കടന്നുപോയി, അതികഠോരമായ പീഡനങ്ങളിലൂടെ കടന്നുപോയി ഈശോ കുരിശിൽ പിടഞ്ഞ് മരിച്ചപ്പോൾ, അവസാനത്തുള്ളിൽ ചോരയും ചിന്തിയപ്പോൾ ഈ ലോകത്തിന്റെ മുഴുവൻ പാപഭാരമാണ് ഈശോ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തത്. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾക്കുള്ള പരിഹാരമായിരുന്നു കാൽവരിയിൽ ഈശോ അർപ്പിച്ച ഈ ബലി. അതേ സഹോദരങ്ങളെ, നമ്മളെല്ലാവരെയും ഈശോ പാപത്തിൽ നിന്നും രക്ഷിച്ചു. നമ്മളിനി ആ രക്ഷ സ്വന്തമാക്കുകയേ വേണ്ടൂ. അവനിൽ വിശ്വസിക്കുന്നതിലൂടെ, അവന്റെ നാമം മൂലം നാം പാപമോചനം നേടും. പ്രിയ സഹോദരങ്ങളെ, യേശുവിന്റെ രക്ഷ അത് സൗജന്യമാണ്, എല്ലാ മനുഷ്യർക്കുമുള്ളതാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഈശോ ബെത്ലഹേം കാലിത്തൊഴുത്തില് പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും ഭൂജാതനായപ്പോൾ സ്വർഗത്തിൽ നിന്നും മാലാഖമാരിറങ്ങി ഉദ്ഘോഷിച്ചു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷയുടെ സന്തോഷത്തിന്റെ സദ്വാർത്ത, സകല മനുഷ്യർക്കുമുള്ള രക്ഷകനായിട്ടാണ് ഈശോ ഈ ഭൂമിയിൽ എഴുന്നള്ളി വന്നത്.